നമസ്കാരം. ഓക്സിനോ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഫസ്റ്റ് പർച്ചേസ് പ്ലാൻ നമ്മൾ ഓൾറെഡി കേട്ടു. ഇനി റീപർച്ചേസ് പ്ലാനിന്റെ ഡെപ്ത് എത്രമാത്രമുണ്ട് നമുക്കൊന്ന് പഠിക്കാം. ആദ്യമായി റീപർച്ചേസ് സെഗ്മെന്റിൽ നമുക്ക് 3 കാറ്റഗറിയാണ് വരുന്നത്. ആ 3 കാറ്റഗറിയിൽ ആദ്യത്തേത് ഓൺ പ്രൊഡക്റ്റ് ആണ്, രണ്ടാമത്തേത് ഓൺലൈൻ ഷോപ്പിംഗ് ആണ്, മൂന്നാമത്തേത് ടൈപ്പ് ഷോപ്സ് ആണ്. ഇതിൽ ഓൺ പ്രൊഡക്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് 100% റിസൾട്ട് പറയാൻ പറ്റുന്ന ഒരുപാട് പ്രോഡക്ട്സ്, അതായത് സപ്ലിമെന്റ്സ്, അതായത് ഫുഡായിട്ടാണ് നമ്മൾ കഴിക്കാറ്. തീർച്ചയായിട്ടും ഈ ഒരു സപ്ലിമെന്റ് വഴി ഒരുപാട് പേരുടെ ജീവിതശൈലി രോഗങ്ങളെ ഓക്സി ഓൾറെഡി മാറ്റിക്കഴിഞ്ഞു. അതിനുവേണ്ടി ഒരുപാട് സപ്ലിമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതെല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് വന്ന സ്വാഭാവികമായിട്ടും നമ്മൾ സുഹൃത്തുക്കളിലേക്ക് റെഫർ ചെയ്യും, ഫാമിലിയിലേക്ക് റെഫർ ചെയ്യും. ഒരു പ്രൊഡക്റ്റിന്റെ നോളജ് കിട്ടിയാൽ തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റ് ആവശ്യമുള്ള ഒരുപാട് പേര് നമ്മുടെ മൈൻഡിലേക്ക് വരും. തീർച്ചയായിട്ടും നമ്മുടെ ടീമിൽ നടക്കുന്ന ഓരോ പ്രൊഡക്റ്റിൽ നിന്നും ഒരു റീപർച്ചേസ് ഇൻകം നമുക്ക് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. നമ്മൾ ഓരോരുത്തർക്കും അതിൽ ഒരുപാട് റീപർച്ചേസ് ഇൻകത്തിന്റെ ഒരു സെപ്പറേറ്റ് സെഗ്മെന്റ് തന്നെ ഉണ്ട്. ഇനി ഓൺലൈൻ ഷോപ്പിലേക്ക് വരാം. ഓക്സിക്ക് ഓൾറെഡി ഒരു ഓൺലൈൻ ഷോപ്പ് ഉണ്ട്. ആ ഓൺലൈൻ ഷോപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആമസോൺ എന്ന് പറയുന്ന ലോക നമ്പർ 1 ഓൺലൈൻ ഷോപ്പിംഗ് ഇവിടെ ഓക്സിയുമായിട്ട് ആമസോൺ ഇന്ത്യ ടൈപ്പാണ്. അപ്പോൾ ഇവിടെ ഓക്സി ആമസോൺ എന്ന് പറയുന്ന നമ്മുടെ സൈറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ഷോപ്പിലെ പ്രൊഡക്റ്റുകളിലുപരി ഓക്സി ആമസോണിൽ നിന്നും നമുക്ക് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം. ഈവൻ ഐഫോണുകൾ പോലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ കുറച്ച് സെഗ്മെന്റുകൾ അതിൽ അവൈലബിൾ ആണ്. അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്തും നമുക്ക് മിനിമം 0.1% ഒരു ഡിസ്കൗണ്ട് എങ്കിലും പ്ലസ് നമുക്കൊരു ഇൻകം കിട്ടാനുള്ള, ടീമിൽ നിന്നും പർച്ചേസ് വരുന്ന സമയത്ത് ഇൻകം കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി അവിടെ ഉണ്ട്. ഓക്കെ, ദെൻ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റുന്നത് ഒന്ന് ഇതും, അതിൽ ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് പേഴ്സണലി അഭിപ്രായമുള്ള ഒരു സംഭവം ടൈപ്പ് ഷോപ്സ് ആണ്. അതായത് നമ്മളിൽ എല്ലാവരും പ്രൊഡക്റ്റുകൾ മാറാൻ തയ്യാറല്ലെങ്കിലും, പക്ഷേ ഷോപ്പുകൾ മാറാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനും തയ്യാറല്ലെങ്കിലും, പക്ഷെ ഓക്സിയുടെ കസ്റ്റമർ ആവാൻ ഒരുപാട് വലിയ സാധ്യത ഉണ്ട്. നമ്മുടെ എക്സ്പെൻസിനെ നമുക്ക് ഇൻകമാക്കാം. നമ്മുടെ സുഹൃത്തുക്കളുടെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് അവരുടെ എക്സ്പെൻസിനെ കൂടി അവർക്കും ഇൻകമാക്കാം. നമുക്ക് ഇൻകമാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ് ടൈപ്പ് ഷോപ്സ്. അതായത് ഒരു പിൻകോഡിൽ ഒരു വ്യക്തിക്ക് ഒരു പിൻകോഡിന്റെ മുഴുവൻ ഷോപ്പുകളെയും ടൈപ്പ് ചെയ്യാനുള്ള ഒരു സുവർണ അവസരം ഇവിടെ ഓക്സി കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അവിടെ വരുന്ന ഷോപ്പുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് A to Z ഷോപ്പുകളുമായിട്ട് 0 കോസ്റ്റിൽ ടൈപ്പ് ചെയ്യാം. 0 കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടായാൽ മതി. ഒരു സൂപ്പർ മാർക്കറ്റ് ആവട്ടെ, ടെക്സ്റ്റൈൽ ആവട്ടെ, ഇലക്ട്രോണിക് ഷോപ്പ് ആവട്ടെ, ഫിഷ് കട ആവട്ടെ, പച്ചക്കറി കട ആവട്ടെ, A to Z, ഈവൻ ടാക്സീസ് പോലും, ഓട്ടോ അല്ലെങ്കിൽ പിക്കപ്പ്, ഇങ്ങനെ വരുന്ന ഓരോന്നും ടൈപ്പ് ചെയ്യാം. അതിലുപരി പെട്രോൾ പമ്പ് പോലും ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൽ ഓരോ ടൈപ്പിനും അവരോട് നമ്മൾ ബാർഗിൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒരു 100-ലധികം കസ്റ്റമേഴ്സ് ഉണ്ട്, മിനിമം 100 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ആ ഷോപ്പ് ഓപ്പൺ ആക്കാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു കൊടുക്കുള്ളൂ. അപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ പിൻകോഡിലെ ഷോപ്പ് ടൈപ്പിംഗ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്ത വ്യക്തിയെങ്കിൽ നിങ്ങൾക്ക് 100 കസ്റ്റമേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ 100 കസ്റ്റമേഴ്സ് 200 ആവും, 500 ആവും, 1000 ആവും. ഈ സമയത്ത് നമ്മൾ 100 കസ്റ്റമേഴ്സ് ഉള്ള സമയത്ത് പോയിട്ട് ഒരു ഷോപ്പുകാരനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും നിങ്ങളുടെ ടെക്സ്റ്റൈൽസിൽ നിന്നും ഞങ്ങളുടെ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ അഡ്വർടൈസ്മെന്റ് ചെയ്യാം, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളിലേക്ക് വരും, അവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഓക്സിയിലേക്ക് ഒരു പെർസെൻറ്റേജ് നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ അത് എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്കും കസ്റ്റമേഴ്സിനെ കിട്ടും, കച്ചവടം കിട്ടും, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു ഇൻകം ഓപ്പർച്യൂണിറ്റി കൂടി ഇവിടെ തുറന്നു തരും. ആ ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൽ റീപർച്ചേസ് സെഗ്മെന്റിൽ 2 സെഗ്മെന്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് കമ്പനിയുടെ ഓൺ പ്രൊഡക്റ്റ് സെഗ്മെന്റും, 2 ടൈപ്പ് സെഗ്മെന്റും. ഓക്കെ, അപ്പൊ അതിൽ കാൽക്കുലേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, എത്ര രൂപ എന്തിനൊക്കെ മാറ്റി വെക്കുന്നു എന്ന കാൽക്കുലേഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഓൺ പ്രൊഡക്റ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഓൺ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഒരു മാസ്റ്റർ ടീ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന പ്രൊഡക്റ്റ്, നല്ല ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ആരോഗ്യവാനായിരിക്കാൻ വേണ്ട ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്തു, ആ പ്രൊഡക്റ്റിന് 10 RP
വരുന്ന ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ ചൂസ് ചെയ്ത് എങ്ങോട്ട് വന്നപ്പോൾ ഫസ്റ്റ് പർച്ചേസ് ആക്ടിവേഷനിലേക്ക് വന്നപ്പോൾ ഇതേ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊഡക്റ്റോ 10 RPയുടെ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്തിട്ട് നമ്മൾ റീപർച്ചേസ് ചെയ്യുമ്പോൾ വീണ്ടും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് റീപർച്ചേസ് സെഗ്മെന്റിലേക്കാണ് പോവുക. അപ്പോൾ റീപർച്ചേസ് സെഗ്മെന്റിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു RP എന്ന് പറയുന്നത് 100 rupees ആണ് ആവറേജ്. ഒരു RP എന്ന് പറയുന്നത് 100 rupees ആണ്. സിമ്പിൾ ആയിട്ട് കാൽക്കുലേഷൻ പറയാം. നിങ്ങൾ 10 RPയുടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 1000 രൂപ കമ്പനിയിലേക്ക് ജനറേറ്റ് ആവുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ കമ്പനീൻ്റെ പ്രോഫിറ്റ് പോവും, അതേസമയം പ്രൊഡക്റ്റിന് വരുന്നത് വേറെ പോവും. കാരണം ഒരു 1240 രൂപയുടെ ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്ത് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. ആ സമയത്ത് 1240 നിന്ന് 650 രൂപ എന്തിനു വേണ്ടി മാറ്റിവെക്കും? ഇൻകം കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കും. ബാലൻസ് വരുന്ന തുകയിൽ നിന്നാണ് ടാക്സും കമ്പനി എക്സ്പെൻസും പ്രൊഡക്റ്റിനും വേണ്ടിയിട്ടും മാറ്റിവെക്കുന്നത്. അതായത് ഇത് ബൾക്കായിട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം മാനുഫാക്ചറിങ് കോസ്റ്റ് എത്രയാണ്, വിൽക്കുന്ന സമയത്ത് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റിനും അങ്ങനെ തന്നെ വരും. പക്ഷേ ഇവിടെ ആ പ്രൊഡക്റ്റിന് വരുന്ന മാർജിനാണ് ഇൻകം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പരസ്യത്തിന് പകരം നമ്മളിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ഇവിടുത്തെ കാൽക്കുലേഷൻ. ഒരു RP എന്ന് പറയുന്നത് 100 rupees ആണെന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ് മീൻസ് ഇവിടെ 10 RPയിൽ 650 രൂപ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെ 650 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ടീമിൽ നിങ്ങൾ റെഫർ ചെയ്ത ഒരു വ്യക്തി പർച്ചേസ് ചെയ്ത സമയത്ത് ഒരു ഒറ്റ പ്രൊഡക്റ്റാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അവിടെ 650 എന്തിനും ജനറേറ്റ് ആയി? ഇൻകം കൊടുക്കാൻ വേണ്ടി ജനറേറ്റ് ആയി. അതിൽ 100 rupees ഇവിടെ 10 എന്ന് കൊടുത്തിട്ടുള്ളത് 100ന്റെ കാൽക്കുലേഷൻ വെച്ചിട്ടാണ്. 100 rupees ക്യാഷ് ബാക്ക് ആയിട്ട് തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പോൾ അത് 100 രൂപയാണെങ്കിൽ 10 രൂപ. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്ത സമയത്ത് 100 രൂപ പർച്ചേസ് ചെയ്ത വ്യക്തിക്കാണ് ക്യാഷ് ബാക്ക് ആയിട്ട് വന്നത്. 19 രൂപ. അതായത് ഈ ഒരു കാൽക്കുലേഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ 190 രൂപ എങ്ങോട്ട് പോകും? 19 ലെവലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 10 രൂപ 10 രൂപ 10 രൂപ വെച്ചിട്ട് 19 ലെവലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. റിവാർഡ്സിന് വേണ്ടി മാറ്റി വെക്കുന്നത് ഒരു RPയിൽ നിന്നും 21 രൂപയാണ്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു 0 കൂടി കൂട്ടിയിട്ടാൽ മതി, 210 രൂപ റിവാർഡിലേക്ക് മാറ്റി വെക്കും. 5 രൂപ ഡെവലപ്മെന്റ് ഇൻകത്തിലേക്ക് മാറ്റി വെക്കും. ദാറ്റ് മീൻസ് 50 രൂപ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്തെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൽ നിന്നും 50 രൂപ ഡെവലപ്മെന്റ് ഇൻകത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, 50 rupees. ഇവിടെ 10 രൂപ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ഇവിടെ പർച്ചേസ് ചെയ്തതെങ്കിൽ 100 rupees എന്തിനു വേണ്ടി? ഗ്ലോബൽ റോയൽറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചു. ബാലൻസ് വരുന്നതിൽ 180 രൂപ പോകുന്നത് GSTയിലേക്കും 170 രൂപ പോകുന്നത് കമ്പനിയുടെ എക്സ്പെൻസിലേക്കും, ബാക്കി വരുന്നത് പ്രൊഡക്റ്റിലേക്കും പോകും. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ. ഓക്കെ, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരു RP എന്ന് പറയുന്നത് ഓൺ പ്രൊഡക്ട്സിൽ ഒരു RPയിൽ നിന്നും 65 രൂപ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഇൻകത്തിന് വേണ്ടി. ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോറി, ഈ ഒരു കാൽക്കുലേഷൻ ആണ്, ഇതുവരെയുള്ള കാൽക്കുലേഷൻ ആണ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനി അതേസമയം നമുക്ക് ടൈപ്പ് ഷോപ്പിലേക്ക് വരാം. ടൈപ്പ് ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു RP എന്ന് പറയുന്നത് 150 രൂപയാണ്. ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് ഒരു പലചരക്കടയിൽ പോയിട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റൈലിൽ പോയി പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു RP ജനറേറ്റ് ആയി, അതായത് 150 രൂപ ജനറേറ്റ് ആയി എന്ന് ഇമാജിൻ ചെയ്യാം. ഇനി 15 രൂപയാണ് ജനറേറ്റ് ആയതെങ്കിൽ 0.1 RP. ഇനി 75 രൂപയാണ് ജനറേറ്റ് ആയതെങ്കിൽ 0.5 RP എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു RP ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്ത സമയത്ത് ജനറേറ്റ് ആയതെങ്കിൽ അതിൽ നിന്നും 40 rupees റെഡീമിന് വേണ്ടിയിട്ട് മാറ്റി വെക്കും. എന്താണ് റെഡീം എന്ന് അറിയാലോ? നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്തും ആ ഒരു ഫസ്റ്റ് പർച്ചേസ് ആയിക്കോട്ടെ പ്രീമിയം ആയിക്കോട്ടെ അതിന് തത്തുല്യമായ റെഡീം വൗച്ചർ ഗിഫ്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കും. പ്രൊഡക്റ്റും കിട്ടി, ഗിഫ്റ്റും കിട്ടി. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തതിൽ നിന്നും 40 രൂപ ആർക്കെന്നെ കിട്ടി? പർച്ചേസ് ചെയ്ത വ്യക്തിക്ക് കിട്ടി. ക്ലിയർ? ഓക്കെ, എന്ത് പ്രൊഡക്റ്റ് ആണോ ആ പർച്ചേസ് ചെയ്ത വ്യക്തിക്ക് തന്നെ 40 rupees തിരിച്ചു കയറി. 10 rupees ക്യാഷ് ബാക്ക് ആയിട്ടും കയറി പർച്ചേസ് ചെയ്ത വ്യക്തിക്ക്. നിങ്ങളാണ് പർച്ചേസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 50 rupees കിട്ടി. 150 ജനറേറ്റ് ആയപ്പോൾ അതിൽ നിന്ന് 50 rupees കിട്ടി എന്ന് പറയുമ്പോൾ 3/1 മൂന്നിലൊന്ന് ആർക്ക് കിട്ടി? കസ്റ്റമർക്ക് കിട്ടി. അപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം എന്തായാലും കൂടും. അപ്പോൾ കസ്റ്റമർക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലീഡേഴ്സിനല്ല പ്രാധാന്യം കൊടുത്തത്, പക്ഷെ ലീഡേഴ്സിന് ഇവിടെ പ്രാധാന്യമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ റെഡീം
ക്യാഷ് ബാക്ക് രണ്ടും പോയി. അപ്പോൾ 50 rupees പോയി. ബാലൻസ് വരുന്നതിൽ നിന്നും 5 rupees പിൻകോഡിൽ ആരാണോ ടൈപ്പ് ചെയ്തത്, കാരണം ഇവിടെ ഒരു ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ അത് ഏതെങ്കിലും പിൻകോഡാവും. അപ്പോൾ ആ പിൻകോഡിലെ ഫ്രാഞ്ചൈസി ഓണർ ആരാണോ, അല്ലെങ്കിൽ ടൈപ്പ് എടുത്ത വ്യക്തി ആരാണോ, ടൈപ്പ് ചെയ്യിപ്പിച്ച വ്യക്തി ആരാണോ, ആ ഒരു വ്യക്തിക്ക് ഓരോ RPയിൽ നിന്നും 5 rupees 5 rupees 5 rupees വെച്ച് ഓരോ RPയിൽ നിന്നും പോകും. ഓക്കെ, ഇനി ഇവിടെ 75 രൂപയാണ് ജനറേറ്റ് ആയതെങ്കിൽ 2 രൂപ 50 പൈസ ജനറേറ്റ് ആവുക ആർക്ക്? ഈ പിൻകോഡ് ബേസ് ഫ്രാഞ്ചൈസിക്ക്. അപ്പൊ പെട്രോൾ അടിക്കുമ്പോഴും ആളുടെ അക്കൗണ്ടിൽ ഇൻകം വരും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് പിൻകോഡ് ടൈപ്പ് ചെയ്യുക. കാരണം ഇന്ന് നമുക്കത് കമ്പനി ഫ്രീ ആയിട്ടാണ് തരുന്നത്. അത് ചെറിയൊരു ക്രൈറ്റീരിയ വെച്ചിട്ട് പ്രീമിയം പ്ലാനിൽ ഒരു ജോഡി മാച്ച് ചെയ്താൽ തരും. പക്ഷെ നാളെ 10 ലക്ഷം കൊടുത്താലും കിട്ടാത്ത രീതിയിലേക്ക് ഇത് മാറാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇനി 19 ലെവലിലേക്ക് അതിൽ നിന്ന് 150 19 രൂപ 19 ലെവലിലെ കംപ്രസ്ഡ് ലെവലായിട്ട് ലെവൽ ഇൻകം ആയിട്ട് മാറ്റിവെക്കും. 21 രൂപ റിവാർഡിലേക്ക് മാറ്റിവെക്കും. ഇവിടെ പറഞ്ഞ പോലെ തന്നെ റിവാർഡിലേക്ക് മാറ്റിവെച്ചു. 5 രൂപ ഡെവലപ്മെന്റ് ഇൻകത്തിലേക്കും 10 രൂപ ഗ്ലോബൽ റോയൽറ്റിയിലേക്കും മാറ്റിവെച്ചു. ബാലൻസ് വരുന്നതിൽ 27 രൂപ, കാരണം 150ന്റെ 18%, 27 രൂപ GSTയിലേക്ക് പോയി. 13 രൂപ കമ്പനിയിലേക്കും പോയി. കമ്പനിക്ക് ആ കിട്ടുന്നത് ഇവിടെ 13 ആണ്, ഇവിടെ 17 ആണ്. അപ്പോൾ കമ്പനിയും ഹാപ്പി, നമ്മളും ഹാപ്പി, നമ്മുടെ കസ്റ്റമറായി പർച്ചേസ് ചെയ്ത വ്യക്തിയും ഹാപ്പി. സൂപ്പർ ആയിട്ടുള്ള ഒരു റീപർച്ചേസ് സെഗ്മെന്റ് ആണ്. നമുക്ക് പെർസെൻറ്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും പെർസെൻറ്റേജ് നമുക്ക് കമ്പനി ഇൻകത്തിന് വേണ്ടി മാറ്റി വെച്ചെങ്കിൽ എന്താണ് അവാർഡ്സ്, എന്താണ് റിവാർഡ്സ്, എങ്ങനെയാണ് ഗ്ലോബൽ റോയൽറ്റി കിട്ടുന്നത്, എങ്ങനെയാണ് ഡെവലപ്മെന്റ് ഇൻകം കിട്ടുന്നത്, ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കൺഫ്യൂഷനാണ്. പുതിയൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് പ്ലാൻ കേൾക്കുന്ന സമയത്ത് വരുന്ന കൺഫ്യൂഷൻ ഇതോടുകൂടി നമുക്ക് തീർക്കാൻ പറ്റും. ഇവിടെ നമുക്ക് റീപർച്ചേസ് ഇൻകം കിട്ടണമെങ്കിൽ, ലെവൽ ഇൻകം കിട്ടണമെങ്കിൽ, ഓക്കെ, റീപർച്ചേസ് ഇൻകം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ബിസിനസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ റാങ്ക് അടിക്കണം. ഓക്കെ, ബിസിനസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ റാങ്ക് അടിക്കണമെങ്കിൽ 100 RPയുടെ സെൽഫ് പർച്ചേസ് 1 ടൈം ആയിട്ട് ചെയ്യാം, 2 ടൈം ആയിട്ട് ചെയ്യാം, 3 ടൈം ആയിട്ട് ചെയ്യാം. എപ്പോഴാണോ 100 RPയുടെ, അതായത് ഫസ്റ്റ് പർച്ചേസ് പ്രൊഡക്റ്റ് നോക്കുന്ന സമയത്ത്, അതായത് ഓൺ പ്രൊഡക്ട്സ് നോക്കുന്ന സമയത്ത് ആവറേജ് ഒരു 10,000 rupeesന്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ നമ്മൾ ബിസിനസ് എക്സിക്യൂട്ടീവ് ആവും. അതേസമയം ടൈപ്പ് ഷോപ്പിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഇത് 50,000-നോ 1 lakh-നോ പർച്ചേസ് ചെയ്യുന്ന സമയത്താവാം ബിസിനസ് എക്സിക്യൂട്ടീവ് റാങ്കിലേക്ക് എത്തുക. ഓക്കെ, അപ്പൊ എങ്ങനെയായാലും 2 രീതിയിൽ നമുക്ക് എത്താം. അങ്ങനെ എത്തുന്ന സമയത്ത് കമ്പനി ഇൻകം ആയിട്ട് അനുവദിച്ച് തരിക, ഇൻകത്തിന് ലിമിറ്റ് ഉണ്ട്. റീപർച്ചേസിന് 10,000 രൂപ വരെ അദ്ദേഹത്തിന് ഇൻകം കിട്ടാൻ ബിസിനസ് എക്സിക്യൂട്ടീവ് റാങ്ക് അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായും ചിലർക്ക് തോന്നും ബിസിനസ് എക്സിക്യൂട്ടീവ് റാങ്കിൽ എത്തിയാലേ റീപർച്ചേസ് ഇൻകം കിട്ടൂ എന്ന് തോന്നുമ്പോൾ കുറച്ച് ടാസ്ക് അല്ലേ എന്ന് തോന്നാം. അപ്പൊ ഇവിടെ നമുക്ക് ഓക്സി തരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടി ഉണ്ട്. നിങ്ങൾ ബിസിനസ് എക്സിക്യൂട്ടീവ് ആയില്ലെങ്കിലും ഒരു 10 RPയുടെ ഒരു പ്രൊഡക്റ്റ് റീപർച്ചേസ് ചെയ്താൽ 10 RPയുടെ ഒരു പ്രൊഡക്റ്റ് റീപർച്ചേസ് ചെയ്താൽ ആ മാസത്തെ റീപർച്ചേസിംഗ് നിങ്ങൾക്ക് കിട്ടും 10,000 വരെ കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ അടുത്ത മാസം എത്രയാ 10 RPയുടെ ചെയ്യാം, പിറ്റത്തെ മാസം 10 RPയുടെ ചെയ്യാം. 10,000 വരെ നിങ്ങൾക്ക് ഇൻകം കിട്ടാൻ ഓരോ മാസം 10 RPയുടെ പർച്ചേസ് ചെയ്താൽ മതി. അത് വൺസ് നിങ്ങൾ 100 RPയിലേക്ക് എത്തിയാൽ, 10,000 രൂപയുടെ പർച്ചേസിലേക്ക് ആവറേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, സെൽഫ് പർച്ചേസ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് വേണ്ടി ഓക്സി തന്നിട്ടുള്ള ഒരു ഓഫറാണ്. 10 RPയുടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റീപർച്ചേസ് ഇൻകം 10,000 രൂപ വരെ കിട്ടുമെന്നുള്ളത്. ഇനി രണ്ടാമത് CBE ബിസിനസ് എക്സിക്യൂട്ടീവ് കഴിഞ്ഞു ചീഫ് ബിസിനസ് എക്സിക്യൂട്ടീവ് എന്ന റാങ്കിലേക്ക് എത്തിയാലാണ് നമുക്ക് 25,000 രൂപയിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് തരാം. അവിടെ എത്തണമെങ്കിൽ 100 RP × 3, അതായത് 3 ലെഗിൽ നിന്നും 3 ലെഗിൽ നിന്നും, ഇത് നിങ്ങളാണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ ഒരു ലെഗിൽ 3 ലെഗുകൾ, ഓക്കെ, 3 ലെഗിലെ 3 വ്യക്തികൾ A, B, C ഇവർ പർച്ചേസ് ചെയ്തില്ല, ഒരു ടെൻഷനും വേണ്ട. ഇവരുടെ ഏതെങ്കിലും ടീമിലുള്ള വ്യക്തികൾ വഴി പർച്ചേസ് നടന്നാൽ മതി. 3 ലെഗ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, 3 ലെഗിലുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞിട്ടില്ല. ഈ 3 ലെഗിൽ നിന്നും വരുന്ന ബിസിനസ്സുകൾ കാൽക്കുലേറ്റ് ചെയ്ത്, അതായത് റീപർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്ത് 100 RP ആയാൽ, 100 RP ഈ ലെഗിലും 100 RP ലെഗിലും 100 RP 3 ലെഗിൽ നിന്നും ആയി കഴിഞ്ഞാൽ നമുക്ക് കമ്പനി പറയുന്ന സെക്കൻഡ് റാങ്കിലേക്ക് അടിക്കാം. ഇത് എങ്ങനെയാണ്
ഈ ഒരു ലെഗ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൈനറി ട്രീയിൽ ചിലപ്പോ നമ്മുടെ 3rd ലെവലിലൊക്കെ ആവാം നമ്മുടെ പേഴ്സൺ ഇരിക്കുന്നത്. നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന വ്യക്തി നിങ്ങൾ ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയാണ് എ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ഫസ്റ്റ് ലെവലിൽ വന്നു. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ലെവലിൽ റീപർച്ചേസ് ട്രീ ഫസ്റ്റ് ലെവലിൽ വന്നു. രണ്ടാമത് ഇയാൾ സ്പോൺസർ ചെയ്തു, ഫസ്റ്റ് ലെവലിൽ വന്നു. ഇയാളാണ് ഇയാളെ സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ ഇയാളുടെ ഫസ്റ്റ് ലെവലിലാണ് ഈ ഒരു വ്യക്തി കിടക്കുന്നത്. പക്ഷെ ഈ ഒരു വ്യക്തിയെ സ്പോൺസർ ചെയ്തത് നിങ്ങളാണെങ്കിൽ അതൊരിക്കലും ഇയാളുടെ സ്പോൺസർഷിപ്പിലല്ല, അത് നിങ്ങളുടെ സ്പോൺസർഷിപ്പിൽ. ഓക്കെ, ലെവൽ ബേസിൽ നമുക്ക് ഇങ്ങനെയാണ് സ്പോൺസർഷിപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്പോൺസർ ചെയ്ത 3 വ്യക്തികളുടെ ടീമിൽ നിന്നും 100 RP വന്ന നിങ്ങൾ ചീഫ് ബിസിനസ് എക്സിക്യൂട്ടീവായി. ഇൻ കേസ് 2 ലെഗിൽ 100 ഓക്കെയാണ്, ഈ ലെഗിൽ 100 ആയിട്ടില്ല, ഇതിൽ 50 ആയിട്ടുള്ളൂ, അടുത്തൊരു 4ാമത് ലെഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5ാമത് ലെഗ് ഉണ്ടെങ്കിൽ, 5ാമത് സ്പോൺസർഷിപ്പ് ലെഗാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു 25ഉം ഇവിടെ ഒരു 25ഉം ലെഗിൽ വന്നാൽ മതി. ഇത് മൊത്തമായി കാൽക്കുലേറ്റ് ചെയ്തിട്ട് 100 ആക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഇവിടെ ഓക്സി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇനി 3ാമത്തെ റാങ്കിൽ എത്തിയാലാണ് അത് 1 lakhലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് തരിക. 1 lakhലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ബിസിനസ് ഡെവലപ്പർ എന്ന റാങ്ക് അടിച്ചാലാണ് നമുക്ക് ആ ഒരു 1 lakhലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് തരിക. അത് അടിക്കണമെങ്കിൽ 500 into 3. ഓക്കെ, ഇവിടെ 100 RP into 3 ആണ് പറഞ്ഞത്. ഓക്കെ, 100 RP into 3 വന്നപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് റാങ്ക് അടിച്ചത്. 100 RP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് 10,000ന്റെ 3 ലെഗിൽ നിന്ന് ബിസിനസ് 10,000 10,000 10,000. ഇനി ഇവിടെ 500 ആണ് പറഞ്ഞത് രണ്ടാമത്തെ റാങ്കിന്. 500 RP, ദാറ്റ് മീൻസ് 50,000ന്റെ ആവറേജ് 50,000 ബിസിനസ് എന്തിൽ വന്നാൽ ഓൺ പ്രൊഡക്ഷൻ ആണെങ്കിൽ, അതല്ല എങ്കിൽ നമുക്ക് കൂടാം, അതിൻ്റെ 10 ഇരട്ടിയോളം വരും അതർ പ്രോഡക്റ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് 1 lakh rupees വരെ ലിമിറ്റും പ്ലസ് 2,000 rupees നമുക്ക് റിവാർഡും കിട്ടും. റിവാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 21 രൂപ റിവാർഡിലേക്ക് മാറ്റി വെച്ചു നമ്മൾ പറഞ്ഞല്ലോ ഒരു RPയിൽ നിന്നും. അപ്പൊ അത് റിവാർഡിന് വേണ്ടി മാറ്റി വെച്ച 21 രൂപയിൽ നിന്നും ആണ് ഈ 2000 കിട്ടുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേസമയം ആ വ്യക്തിക്ക് ഡെവലപ്മെന്റ് ഇൻകവും കിട്ടും. ഡെവലപ്മെന്റ് ഇൻകം എന്ന് പറയുന്ന ഇൻകത്തിന് വേണ്ടി കമ്പനി 5 രൂപ മാറ്റി വെക്കുന്നുണ്ട്. ആ 5 രൂപ കിട്ടുന്നത് ആർക്കാം? ഈ ബിസിനസ് ഡെവലപ്പർ റാങ്കുകാരൻക്കാണ്. ഓക്കെ, അതിൽ 5 രൂപനെ 5 റാങ്കിലേക്കാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 3, 4, 5, 6, 7 അങ്ങനെ 7 റാങ്ക് വരെ ബിസിനസ് ഡെവലപ്മെന്റ് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ബിസിനസ് ഡെവലപ്മെന്റ് ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ മാസം കിട്ടണമെങ്കിൽ എല്ലാ മാസവും 100 RPയുടെ ബിസിനസ് 3 ലെഗിലും ഫ്രഷ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും ബിസിനസ് ഡെവലപ്മെന്റ് ഇൻകം കിട്ടും. ക്ലിയർ? ഇനി അങ്ങനെ മൊത്തം 7 ലെഗ് വരെ നിങ്ങൾക്ക് ഇൻകം കിട്ടി. 7ാമത്തെ ലെഗിന്റെ നോക്കാം നമുക്ക്. ഇതിന്റെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ടോട്ടൽ 14 റാങ്ക് ഉണ്ട്. ഈ 14 റാങ്കിലും നമുക്ക് എന്തുണ്ട്? ഇവിടെ റീപർച്ചേസ് ഇൻകം ഉണ്ട്, റിവാർഡ് ഉണ്ട്, ഡെവലപ്മെന്റ് ഇൻകം ഉണ്ട്. ഡെവലപ്മെന്റ് ഇൻകം കിട്ടുന്നത് 3 മുതൽ 7ാമത്തെ റാങ്ക് വരെ. ലാസ്റ്റ് ഗ്ലോബൽ റോയൽറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് 8ാമത്തെ റാങ്ക് മുതലാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു 7ാമത്തെ റാങ്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. ബിസിനസ് മാഗ്നറ്റ് 200 ബിസിനസ് മാഗ്നറ്റിൽ എത്തുന്ന സമയത്ത് ഇവിടെ 100 സെൽഫ് ആണെങ്കിൽ ഇവിടെ 250 സെൽഫ്. ഈ സമയത്തുമ്പോഴേക്കും നമ്മൾ അതിലേറെ ആയിട്ടുണ്ടാവും. എന്നാലൊരു ക്രൈറ്റീരിയ വെച്ചതാണ് 250 RPയുടെ സെൽഫ് പർച്ചേസ്. അതും വന്നു, അത് അക്യുമുലേറ്റ് ആയിട്ട് വന്നാൽ മതി. അപ്പൊ ആ സമയത്ത് 45,000 into 3 ബിസിനസ് മാഗ്നറ്റ് അടിക്കണമെങ്കിൽ ഏകദേശം 45,000 into 3. ദാറ്റ് മീൻസ് 45 ലക്ഷത്തിന്റെ 3 ലെഗിൽ നിന്നും ഓൺ പ്രൊഡക്ഷന്റെ ബിസിനസ് ആണെങ്കിൽ 45 ലക്ഷത്തിന്റെ അതർ ആണെങ്കിൽ അതിൽ ഡിഫറൻറ്റ് ഉണ്ടാവും. ഓക്കെ, എനിവേ അങ്ങനെ ടോട്ടലായിട്ട് നിങ്ങൾ ബിസിനസ് മാഗ്നറ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിമിറ്റ് ഇല്ല. റീപർച്ചേസ് അൺലിമിറ്റഡ് ആണ്. കയറി വരുന്നതെല്ലാം ഇവിടെ കിട്ടിയിട്ടേ പോവുള്ളൂ. ഓക്കെ, ഇനി ആ സമയത്ത് നിങ്ങളുടെ റിവാർഡ് 1 lakh rupees ആയിരിക്കും. ആ സമയം ഈ റാങ്ക് ടച്ച് ചെയ്താൽ 1 lakh അപ്പോൾ ചാടും. അപ്പോൾ സിംഗപ്പൂർ ട്രിപ്പ് അടിച്ചു. അതേസമയം നിങ്ങൾക്ക് 8ാമത്തെ റാങ്ക് ബിസിനസ് മാസ്റ്റർ, ഇതാണ് ഇതിൻ്റെ ഒരു പരമോന്നത പദവി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു റാങ്കാണ് ഓക്സിയിലെ എല്ലാ ലീഡേഴ്സും ഫോക്കസ് ചെയ്യുന്ന റാങ്ക്. അതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. ബിസിനസ് മാസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് ഏകദേശം 1.25 കോടിയുടെ ബിസിനസ് 3 ലെഗിലുമായിട്ട് ബിസിനസ് വരണം.
അപ്പോഴാണ് നമ്മൾ എന്ത് തരിക, ബിസിനസ് മാസ്റ്ററിന് റാങ്ക് എത്തുക. ആ സമയത്ത് നമുക്കിവിടെ അൺലിമിറ്റഡ് ആണ്. പക്ഷെ അതേസമയം 3 lakh rupees-ന് വേണ്ടി ഒരു USA ട്രിപ്പ് നമുക്ക് കിട്ടുന്ന 3 lakh rupees കിട്ടി. പ്ലസ് ഗ്ലോബൽ റോയൽറ്റിയുടെ സ്റ്റാർട്ടിങ് 50% നമുക്ക് 10 RP എന്തിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു RP-യിൽ നിന്നും 10 രൂപ എന്തിനു വേണ്ടി മാറ്റി വെച്ചു, ഗ്ലോബൽ റോയൽറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചു. ഇത്രയും കാലമായിട്ട് ഈ കമ്പനി വർഷങ്ങളായിട്ട് അതിൽ മാറ്റി വെച്ച് അതിലിപ്പോ കമ്പനി പറഞ്ഞത് പ്രകാരം ഒരു 85 ലക്ഷം രൂപ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ ഈ റാങ്കിൽ ഇതുവരെ ആരും അച്ചീവ് ചെയ്തിട്ടില്ല. ഇതുവരെ ആയിട്ട് ആരും അച്ചീവ് ചെയ്യില്ല. അച്ചീവ് ചെയ്യുന്ന വ്യക്തി ഞാനോ നിങ്ങളോ ആണെങ്കിൽ ഇവിടെ ഈ 85 ലക്ഷം, ഇപ്പൊ കിടക്കുന്ന 85 ലക്ഷം ഇനി വരാൻ പോകുന്ന ബിസിനസിന്റെ ഇൻകവും കൂടി കൂട്ടിയിട്ട് ആ ഒരു മിനിമം ഒരു 85 lakh rupees നിങ്ങൾക്കോ എനിക്കോ കിട്ടാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിലാരെയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആദ്യം വന്നു എന്ന് വിചാരിച്ച കാര്യമില്ല. ഈ ഒരു ബിസിനസിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്നെക്കാളും നിങ്ങളെക്കാട്ടും മുമ്പ് നിങ്ങളുടെ ടീമിലോ എൻ്റെ ടീമിലോ ഉള്ള ആരെങ്കിലും അച്ചീവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദാറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇവിടെ ബിസിനസ് മാസ്റ്റർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 3 lakh rupees കിട്ടും. പ്ലസ് ഗ്ലോബൽ റോയൽറ്റിയുടെ സ്റ്റാർട്ടിംഗ് ആണ്. അങ്ങനെ ഓരോ റാങ്കിലും വരുന്ന 14 റാങ്ക് വരെ റോയൽറ്റി ഉണ്ട്. അത് ഫസ്റ്റത്തേൽ 50% ആണെങ്കിൽ പിന്നീട് 20, 10, 5 ഇതൊക്കെ അവിടെ കിടക്കുന്ന ഫണ്ടാണ്. ലക്ഷങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. റോയൽ ക്രൗൺ എംപറർ ആണ് 14ാമത്തെ റാങ്ക്. ആ റാങ്കിൽ അടിച്ചാൽ 10 കോടി രൂപ റിവാർഡായിട്ട് മാത്രം കിട്ടും. ഓക്കെ, ഇങ്ങനെ ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി കൂടി ഓക്സി നമുക്ക് വേണ്ടി റീപർച്ചേസ് പ്ലാനിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനാകെ ചെയ്യേണ്ട പണി, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉറപ്പ് വരുത്തുക നിങ്ങൾക്ക് ഒരു മിനിമം 3 ലെഗിലെങ്കിലും 3 സ്പോൺസർ ലെഗുകൾ ഉണ്ടോ എന്ന് മാത്രം നോക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്ന വ്യക്തി എന്നെ കൊണ്ടുവന്നു, മറ്റൊരു എ കൊണ്ടുവന്നു, മറ്റൊരു ബി കൊണ്ടുവന്നു. ഓക്കെ, ഇനി വരുന്ന റെഫറൻസ് നിങ്ങൾക്ക് ഞങ്ങളുടെ താഴെ പോയാലും അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തികൾ നിങ്ങൾ ഡയറക്റ്റ് ഇട്ടാലും കുഴപ്പമില്ല, മിനിമം ഒരു 3 എണ്ണം വേണം. അതിൻ്റെ മേലേക്ക് വരുന്നത് താഴേക്ക് കൊടുത്താലും നിങ്ങൾ സംബന്ധിച്ചിടത്തോളം കുഴപ്പം വരുന്നില്ല. കാരണം റീപർച്ചേസ് ഇൻകം ഒരിക്കലും ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, ഒരു ലെഗിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഈ ലെഗിൽ എങ്ങനെങ്കിലും ഏതെങ്കിലും ഓരോ ലീഡേഴ്സ് ആക്റ്റീവ് ആയാൽ മതി, നമുക്ക് റീപർച്ചേസ് ഇൻകത്തിൻ്റെ അബണ്ടൻസ് നമുക്ക് നേടാൻ പറ്റും. ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് റീപർച്ചേസ് പ്ലാൻ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ സ്പോൺസേഴ്സുമായിട്ട് ലീഡേഴ്സുമായിട്ട് ക്ലിയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.